ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവോണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി പായസം റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപഴം കൊണ്ടുള്ള പായസമാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 7 വെണ്ണീർപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. നിങ്ങൾക്ക് ഏത് ചെറുപഴം കൊണ്ട് വേണമെങ്കിലും ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാം. ഞാനിത് വീട്ടിലുള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഞാനിതാ പഴം എല്ലാം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇതാ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഒരു വെണ്ണീർപ്പൂവൻ പഴത്തിന് നല്ല തേൻ്റെ മധുരവും ഒരു ഇച്ചിരി പുളി ഉള്ളതുകൊണ്ട് തന്നെ പായസം ഉണ്ടാക്കിയാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇനി ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 3 അച്ച് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തിടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബദാമിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തും ബദാമൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചെറുപഴം പായസം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുതേ. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ട ഒട്ടും കട്ടകളൊന്നും ഇല്ല. ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലോട്ട് 1.5 ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചെറുപഴവും അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പായസം റെസിപ്പിയാണിത്. ഇപ്പോഴത്തെ പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ട നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കരുത്, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും ബദാമും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചെറുപഴം പായസം റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എന്തൊരു രുചിയാണെന്നറിയോ ഇത് കഴിക്കാൻ. നല്ല മധുരവും ഇച്ചിരി പുളിയൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു അഡാർ ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവോണം സ്പെഷ്യൽ ചെറുപഴം പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.